പിന്നെ ഇത് നമ്മുടെ നിയമം കുറച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം കുറ്റവാളികളെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്, അതിന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെയും ഈ അംഗൻവാടികളിലെല്ലാം കൊച്ചുമക്കൾക്ക് പയറും കഞ്ഞിയും കൊടുക്കുമ്പോൾ ജയിലിൽ കിട്ടുന്നത് അവന് നല്ല സമ്പുഷ്ടമായ ഭക്ഷണ രീതിയാണ്. അത് മാറ്റിയിട്ട് ശിക്ഷ ചെയ്യുന്നവന് അതിനർഹമായ ശിക്ഷ കൊടുക്കണം. തെറ്റ് ചെയ്യുന്നതിന് അതിന് അർഹമായ നല്ല ശിക്ഷ തന്നെ കൊടുക്കണമെന്നുള്ളതാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഞങ്ങളവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. ശക്തമായ നിലപാടുകൾ പഞ്ചായത്താണെങ്കിലും എടുത്തിട്ടുണ്ട്. നമ്മൾ ICDS സൂപ്പർവൈസർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ അംഗനവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും വിളിച്ച് യോഗം ചേരാനും അംഗനവാടി അടക്കമുള്ള അവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെ വരുന്ന കുട്ടികളെ അടക്കമുള്ള ആളുകൾക്ക് ഇത്തരം പരിശീലനങ്ങൾ എങ്ങനെ ആയിരിക്കണം ഈ സമൂഹത്തിലേക്ക് നമ്മൾ ഇടപെടേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശീലനങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അത്തരം ഇടപെടലുകൾ ഗ്രാമപഞ്ചായത്ത് നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ കൗൺസിലറെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ അംഗനവാടികളിലും എല്ലാ സ്കൂളുകളിലും എല്ലാം നിരന്തരം പോകുന്നതിനും അവിടെ കുട്ടികളുമായി സംവദിക്കുന്നതിനും എല്ലാമുള്ള അവസരത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ പഞ്ചായത്ത് നടത്തി. എന്താണ് ഇങ്ങനെ ഒരു ആദ്യം കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്ന് കണ്ടു, അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അച്ഛന് തുല്യമായ ഒരാൾ അത് കുട്ടിയെ പീഡിപ്പിച്ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്താണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ കുടുംബത്തിൽ വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥ. ഇതിപ്പോൾ ഒരു കുടുംബത്തിലെ മാത്രം ഒരു വിഷയമല്ല. നമ്മൾ ഓരോ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോഴും കുടുംബത്തിലെ അരക്ഷിതാവസ്ഥ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. പരസ്പരം മനസ്സിലാക്കാതെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ, കുട്ടികളെ മനസ്സിലാക്കാത്ത അച്ഛനമ്മമാരെ മനസ്സിലാക്കാത്ത കുട്ടികൾ, ആ രീതിയിലേക്കാണ് ഈ സമൂഹത്തിൻ്റെ പോക്ക്. അപ്പോൾ അതിന് എവിടെ നിന്ന് ആർക്ക് പരിശീലനം കൊടുക്കണം, ആരെ ബോധവൽക്കരിക്കണം, ആ ഒരു ആശങ്കയാണ് യഥാർത്ഥത്തിൽ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. കാരണം ഇതൊരു ആദ്യത്തെ അനുഭവമൊന്നുമല്ല. പറയാത്ത നിരവധി കേസുകളുണ്ട്. നിരവധി കുടുംബങ്ങളിലെ കുട്ടികൾ ഇത് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ കുടുംബത്തിലെ പവിത്രത എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളിലെ ഇഴയടുപ്പങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത് എന്താ പറയുന്നത്, നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലേക്കാണ് നമ്മുടെ തിരുവാണൂർ ഗ്രാമപഞ്ചായത്തിലൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുക. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. എന്നോട് തന്നെയാണ്. കാരണം ഞാൻ അടങ്ങുന്ന സമൂഹത്തോട് തന്നെയാണ്. ഒരു സ്ത്രീക്ക്, ഇപ്പം അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി അവർക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടം അല്ലെങ്കിൽ അത്തരത്തിലൊരു ധൈര്യം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഞാനടക്കമുള്ള ഈ സമൂഹത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. തീർച്ചയായിട്ടും അതിനറിയപ്പെടാനുള്ള സാധ്യത, അതായത് ആ കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ സഹോദരൻ കളിപ്പിക്കുന്നതായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ആ കുട്ടിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ഇതൊരു പീഡനമാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിലേക്ക് ആ കുട്ടി വളർന്നിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത അതിലേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ രക്ഷിതാക്കൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ അമ്മയെന്ന് വിളിക്കാൻ പാടില്ല, അവളെ അമ്മയെന്ന് വിളിക്കാൻ കൊള്ളില്ല. ഇനി ഈ കേരളത്തിൽ ഇതുപോലൊരു സംഭവം നടക്കാൻ പാടില്ല. ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. ഇത് കേരളത്തിൽ ശിക്ഷയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ശിക്ഷ കൊടുക്കണം, അത് മാത്രം എനിക്ക് പറയാം. രണ്ടുപേർക്കും കൊടുക്കണം, അമ്മയ്ക്കും ഈ കാതകനും കൊടുക്കണം. രണ്ടുപേരുടെ വിരോധമുണ്ട്. ഞാനും ഒരു അമ്മയാണ്. ഒരിക്കലും ആ കുഞ്ഞിനങ്ങനെ ചെയ്യാൻ പാടില്ല. സംഭവിക്കില്ലായിരുന്നു. ഉത്തരവാദിത്തമാണ്. ഈ ഒരു വിഷയത്തെ പറ്റി മാഡം എന്താണ്? ഈ ഒരു വിഷയം, ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്, ഞങ്ങൾ മഹിളാ അസോസിയേഷനാണ്, അമ്മമാരുടെ ഒരു സഹോദരിമാരുടെ ഒരു സംഘടനയാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഇത് വലിയ ഒരു സങ്കടകരമായൊരു വാർത്തയാണ്. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെയായി മാറുന്നു എന്നത് നമ്മൾ വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ടതും അതിനെതിരെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുമാണ്. ഒരുപാട് നിയമങ്ങളുണ്ട്. താരതമ്യേന നല്ല ശക്തമായ നിയമങ്ങൾ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നാലും സ്ത്രീകൾക്കെതിരെ നടന്നാലും ഏത് മനുഷ്യർക്കെതിരെ നടന്നാലും ശക്തമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. പക്ഷേ ആ നിയമങ്ങളെല്ലാം ഉണ്ട്, പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ വളരെ വലിയ രൂപത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിനെ രാഷ്ട്രീയപരമായോ മറ്റു പല ചേരിതിരിവുകളിലോ നമ്മൾ കാണേണ്ട ഒരു വിഷയമല്ല. ഇത്തരം വിഷയങ്ങൾ പൊതുവായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല, പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെ നമ്മുടെ സമൂഹം ഒരുമിച്ച് കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളൊരു തോന്നൽ, ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്.
ഇപ്പോൾ കുടുംബത്തിലാണെങ്കിലും വലിയ ബന്ധങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ അല്ലെങ്കിൽ കൊച്ചച്ഛൻ, അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നോ എന്നതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ ആ നിലയിലൊരു അന്വേഷണം നടത്തേണ്ട ഒരു സന്ദർഭമല്ല, അതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ പുതിയൊരു കാലത്ത് അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഇടിച്ചിലുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. രക്തബന്ധങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ സ്വന്തം അച്ഛൻ പോലും പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ ഒരു മനസ്സ് മാറുന്നുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾക്കും സൂക്ഷ്മമായ വിലയിരുത്തലുകൾക്കും നമ്മൾ ഒരു പഠന വിഷയമാക്കേണ്ടതാണ്. മാത്രമല്ല ഇതിന് ആവശ്യമായ പ്രതിരോധങ്ങൾ നമ്മൾ തീർക്കേണ്ടതാണ്. നിയമം കൃത്യമായി അതിൻ്റെ വഴികളിലൂടെ പോകണം. ആ നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നിയമത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമല്ല അത്. വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ് ഇത്. എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനെ വളരെ കൃത്യമായി ഏറ്റെടുത്ത് നമുക്ക് ഇതിനെതിരെ പൊരുതാനാവണം. ഇതാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ന് യുവജന സംഘടനയും പിന്നെ കുട്ടികളുടെ സംഘടനയും മഹിളാ അസോസിയേഷൻ എന്ന നിലയിൽ, സ്ത്രീകളുടെ സംഘടന എന്ന നിലയിൽ ഞങ്ങളുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഒരു സമൂഹം ഒന്ന് ജാഗ്രതയോടെ ഇതിനെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നത് ഒന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് നമ്മളിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. തുടർച്ചയായി നല്ല ഒരു പ്രവർത്തനം ഇവിടെ കണ്ടു. നല്ല പ്രവർത്തനം കണ്ടു. തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും പോലീസ് ആ കാര്യത്തിൽ വളരെ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണഗതിയിൽ 5-6 പേരെ പിടിച്ചിട്ടായിരിക്കും ഒരാളെ പിടിക്കുന്നത്. കൃത്യമായി ആ പ്രതിയിൽ തന്നെ പോലീസ് കഴിഞ്ഞു. കാരണം ഒന്ന് പോലീസ് സംവിധാനത്തിനുള്ള ഒരു അനുഭവ സമ്പത്തുണ്ടല്ലോ. മാത്രമല്ല പോലീസിന് അവിടെ നിന്ന് സാഹചര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കിട്ടിയ ഒരു നിലപാടിന്റെ ഭാഗമായി തന്നെ നേരെ അന്വേഷണം അങ്ങോട്ട് പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. തോന്നാറുള്ളത് ഏറ്റുമാനൂർ ഞങ്ങള് ജിസ്മോളുടെ കേസും അതുപോലെ തന്നെ ഷൈനിയുടെ കേസും അത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷെ വളരെ ലാഗാണ്, 2 കൂട്ടരും അതൃപ്തരുമാണ്. അത് അതേസമയം അവർ കണ്ടുപഠിക്കേണ്ടത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലെ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനെയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അത് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. പോലീസ് അക്കാര്യത്തിൽ ഇതുവരെ അത്തരം വിഷയങ്ങൾക്കകത്തും പ്രതികളെ പിടിക്കുന്നതിനൊക്കെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ലാഗിങ് വന്നോ മറ്റു കുറവുകളുണ്ടോ എന്നുള്ളത് അതൊക്കെ അവർ സ്വയം ഉണ്ടെങ്കിൽ അവർ അത്തരം കാര്യങ്ങളൊക്കെ സ്വയം തിരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ പൊതുവിൽ പോലീസ് സംവിധാനം ഫലപ്രദമായി തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് ഈ നിയമപരമായ ഇടപെടൽ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമല്ല ഇതെന്നുള്ളതാണ്. അതിന് സമൂഹം ഒന്നാകെ ജാഗ്രതയോടെ ഇടപെടണം. കൂടുതൽ ബോധവൽക്കരണം ആവശ്യമുള്ള ഒരിടമാണിത്. ലഹരി ഒരുപക്ഷെ തീർച്ചയായിട്ടും ലഹരി ഒരുപക്ഷെ ചിലയിടങ്ങളിൽ ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗമായി ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട്. ലഹരിയും അതുപോലെ തന്നെ ഇത്തരം ജീർണതകളും ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് സമൂഹത്തിൽ നല്ല രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട് പ്രതിരോധിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ്. അതിന് ജാതി മതം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ആ ഒരു വ്യത്യസ്തതയുമില്ലാതെ എല്ലാ വിഭാഗം മനുഷ്യരും ഒരേ മനസ്സോടെ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു സന്ദർഭമായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ കുറച്ച് അതിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മൊത്തമായിട്ട് നോക്കുമ്പോൾ ആകെ ഉള്ളത് ഇത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ പീഡനം അനുഭവിക്കുന്നവർ ഉണ്ടാവില്ലേ? സാധാരണ ഉണ്ടാകാം. ഇത്തരത്തിലുള്ള പീഡനം അനുഭവം പുറത്തറിയാത്തത് പലതും ഉണ്ടാകാം. ഓരോ വിഷയങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ആ വിഷയം മാത്രമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബാലവാടിയിലൊക്കെ ശരിയായിട്ടും ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി കുട്ടികളോട് മാറ്റി നിർത്തി സംസാരിക്കുന്ന രീതിയിലേക്ക് പോകേണ്ടി വരും അല്ലേ? പലതരം സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ അംഗൻവാടികളിലൊക്കെ ആണെങ്കിൽ കൗമാരപ്രായക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്ലബ്ബുകളുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാം. പിന്നെ ഈ അമ്മമാരുടെ കൂട്ടായ്മകളൊക്കെ കുറേ കൂടി ഗൗരവമാർന്ന് ഇടപെടേണ്ടതുണ്ടെന്നാണ്. ഇപ്പോൾ അംഗൻവാടി ആണെങ്കിൽ പോലും ഇതൊരു പിഞ്ചു കുട്ടിയാണ്. അപ്പോൾ അംഗൻവാടികൾ അമ്മമാരുടെ കൂട്ടായ്മകളിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകണം. പിന്നെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത അതുകൊണ്ട് അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ഉണ്ട് ഉത്തരവാദിത്വം. അമ്മയ്ക്ക് കുറച്ചുകൂടി കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വം എന്നതിനപ്പുറത്തേക്ക് അമ്മയുടെ ആവശ്യകത കുറച്ചുകൂടി കുട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അമ്മ ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചാൽ ആ കുട്ടിക്ക് അമ്മയാണ് സ്നേഹം കൊടുക്കേണ്ടത്. ആ അമ്മ സ്നേഹം കൊടുക്കാതിരിക്കുകയും മറ്റുള്ളവർ സ്നേഹം കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. ആ സ്നേഹം വെച്ച് അവർ മുതലെടുക്കുക. തീർച്ചയായിട്ടും അമ്മയുടെ പിടിപ്പുകേടല്ലേ ശരിയായിട്ട് നടന്നിട്ടുള്ളത്? അമ്മ നമ്മൾ പ്രാഥമികമായി നിരീക്ഷിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കേസിന്റെ മറ്റ് കാര്യങ്ങൾ വരുമ്പോഴേ പറയാൻ കഴിയും. അമ്മയുടെ ഭാഗത്തുനിന്ന് വലിയ രൂപത്തിലുള്ള ഒരു പോരായ്മ ഉണ്ടാകുന്നുണ്ട്. അമ്മ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരാളാകാൻ പാടില്ല. അമ്മ മാത്രമല്ല അച്ഛൻ
അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ അച്ഛനും വലിയ ഉത്തരവാദിത്വക്കുറവുണ്ട്. നല്ല രൂപത്തിൽ മദ്യപിക്കുകയും അതുപോലെ തന്നെ കുടുംബം നോക്കുന്ന നിലയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയൊന്നും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കുടുംബ ബന്ധങ്ങളെ ഒരു നല്ല രൂപത്തിൽ ഊട്ടിയുറപ്പിക്കാൻ അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, പിന്നെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ സൗഹൃദങ്ങൾ, ഇങ്ങനെയെല്ലാം നല്ല ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ഇടപെടൽ, പുതിയ പുതിയ പഠന രീതികളൊക്കെ നമ്മൾ ആവിഷ്കരിക്കേണ്ടി വരും. അമ്മയ്ക്ക് നല്ല രൂപത്തിലുള്ള ഉദാസീനത ഉണ്ടായിട്ടുണ്ട്, അച്ഛൻ്റെ അശ്രദ്ധ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു കുടുംബമായിട്ടാണല്ലോ അവർ ജീവിക്കുന്നത്. അച്ഛൻ, അമ്മൂമ്മ, അങ്ങനെ അടക്കമുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുമെന്നാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ ഒരു ശ്രദ്ധ വേണ്ടതാണ്. ഒരു കൊച്ചുകുട്ടിയാകുമ്പോൾ അത്ര സമൂഹം തന്നെ ഓരോ മനുഷ്യരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. സമൂഹത്തിൻ്റെ പോലെ ഒരു ഉത്തരവാദിത്തമാണത്. അപ്പോൾ നമ്മുടെ വീടിനകത്തളങ്ങളിൽ അത് എല്ലാത്തരം ആളുകൾ ഒരു കൊച്ചുകുട്ടിയെ അതിൻ്റേതായ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനും അമ്മയും അമ്മൂമ്മയും അവർ കൂട്ടുത്തരവാദിത്തം നമുക്ക് ആവശ്യമാണ്. ആ ഒരു ബോധ്യത്തിലേക്ക് പലപ്പോഴും നമ്മുടെ സമൂഹം പോകുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു വിഷയമാണോ ഇത്? വെറുപ്പ് ആരോടെന്നുള്ളതല്ല, ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം അമ്മ, ഇപ്പോൾ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ വെച്ച് അമ്മ തന്നെയാണ് പുഴയിലെറിഞ്ഞ് കൊന്നത്. പിന്നെ സ്വന്തം കൊച്ചച്ഛൻ, പിതൃതുല്യനായിട്ടുള്ള കൊച്ചച്ഛൻ, അദ്ദേഹമാണ് ഈ നിലയിലുള്ള പീഡനം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആരോടെ എന്നുള്ളതല്ല, ഇത്തരത്തിലുള്ള വ്യവസ്ഥിതികളോട് തന്നെ വലിയ രൂപത്തിൽ നാം വെറുക്കേണ്ടതാണ്. ഈ വ്യവസ്ഥിതിയോടാണ്, ഇത്തരം നിലപാടുകളോട്, അത് ആരെടുത്താലും, അച്ഛനായാലും അമ്മയായാലും ആരെടുത്താലും അത് വെറുക്കപ്പെടേണ്ടതാണ്. അവരെ ഒറ്റപ്പെടുത്തേണ്ടതാണ്, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. ഇതാണ് നമ്മുടെ നിലപാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.